കേരള പോലീസ് രണ്ട് സ്ത്രീകളുടെ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെയും അതോടൊപ്പം ചേർത്തല സ്വദേശി ബിന്ദുവിൻ്റെയും തിരോധാന കേസുകൾക്ക് പിന്നാലെയാണ് രണ്ടുപേർക്കും എന്താണ് സംഭവിച്ചത്, കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടോ, ഇക്കാര്യങ്ങളിലേക്കാണ് ഇനി സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ്റെ വീട്ടുവളപ്പിൽ നിന്നും മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ തിരോധാന കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹാവശിഷ്ടം കണ്ടെടുത്തത്. സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ ഫോൺ സൂക്ഷിച്ചിരുന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ഈരാറ്റുപേട്ടയിലെ കടയിൽ സെബാസ്റ്റ്യൻ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുന്ന ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം ചേർത്തലയിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലും സെബാസ്റ്റ്യൻ പ്രതിയാണ്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് ആയുധങ്ങളും സ്വീകരണ മുറിയിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തിയതായി പോലീസ് പരിശോധനയ്ക്കിടെ സ്ഥലത്തുണ്ടായിരുന്ന വാർഡ് മെമ്പർ ധന്യ ന്യൂസ് 18 പറഞ്ഞു. രക്തക്കറ കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. ഇവിടെ സ്വീകരണ മുറിയില് ഭിത്തിയില് ചെറിയ ചെറിയ തുള്ളി പാടുകളായിട്ട് കണ്ടതായിട്ട് എന്നെ സാക്ഷ്യപ്പെടുത്തി. അവര് എന്നെ അകത്ത് അതെ വാർഡ് മെമ്പർ എന്തായാലും നിൽക്കണമല്ലോ. അതെ അപ്പൊ അതെന്നെ കാണിച്ചു തന്നു. അത് ഫോറൻസിക് വിഭാഗം അവര് പറയുന്നത് ബ്ലഡ് തന്നെയാണെന്നുള്ളത് അവര് ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ അതിന് എന്തോ 2 ആയുധങ്ങള്, കത്തിയോ വാക്കത്തിയോ ഇതൊക്കെ ആയിട്ട് അവര് അത് കൊണ്ടുപോയായിരുന്നു. ഈ പറമ്പുകളിൽ മുഴുവനും അവര് സെർച്ച് ചെയ്തായിരുന്നു. കാരണം ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവര് എല്ലാ പറമ്പ് ചുറ്റിനും നടന്ന് അങ്ങനെയാണ് ആ ഒരു സ്ഥലം പെട്ടെന്ന് ഒരു തീ കത്തുന്നതായിട്ട് കണ്ടു. തീ കത്തിയതായിട്ട് കണ്ടു. അതിന്റെ മേളിൽ ഒരു അസ്ഥിയുടെ ഒരു കഷ്ണം മുകളിൽ കിടക്കുന്നത് കണ്ടു. പിന്നെ അതിന്റെ മേളിൽ ഒരു പഴകിയ ഓല ഇഷ്ടം പോലെ ഇട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഓല മാറ്റി നോക്കി എടുത്തപ്പോഴാണ് അറിയാം അസ്ഥികളുടെ കഷ്ണങ്ങൾ ഒരു 106ഓളം പീസ് അവർ കഷ്ണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പൊടിഞ്ഞ അവസ്ഥയിൽ കത്തിച്ചതാണ്. അതിന്റെ ഒരു 100 മില്ലിയോളം ഇന്ധനം, ഡീസലാണെന്ന് തോന്നുന്നു, അതൊരു കുപ്പിയിൽ കിട്ടിയിട്ടുണ്ട്. മൃതദേഹാവശിഷ്ടം ആരുടേതാണെന്ന് കണ്ടെത്താൻ DNA പരിശോധന നടത്തും. സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിച്ചിട്ടില്ല. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജനും അതോടൊപ്പം കോട്ടയത്ത് നിന്ന് G ശ്രീജിത്തും ചേരുന്നുണ്ട്. ആദ്യം ശരണിയിലേക്കാണ്. ശരണ്യ, ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ അതോടൊപ്പം ചേർത്തല സ്വദേശിനി ബിന്ദു, രണ്ടുപേർക്ക് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചത്. ഇതിൽ ബിന്ദുവിൻ്റെ കേസിൽ സെബാസ്റ്റ്യൻ പ്രതിയാണ്. പക്ഷേ ഇതാരുടെ മൃതദേഹമാണ് വീട്ടുപരിസരത്ത് കുഴിച്ചുമൂടിയെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിച്ചിട്ടില്ല. എന്താണ് പ്രാഥമികമായും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ വിവരം? ടോമെ, വളരെ ദുരൂഹതകൾ നിറഞ്ഞ ഒരിടമാണ് നമ്മൾ ഇന്ന് പോയ ആ സെബാസ്റ്റ്യന്റെ കോമ്പൗണ്ട് എന്ന് തന്നെ പറയാം. 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ചതുപ്പുകളും ഒപ്പം തന്നെ ചെറിയ ജലാശയങ്ങളും ഒപ്പം കാട് പിടിച്ചു കിടക്കുന്ന ഒരിടമാണ്. അതിന് നടുക്കാണ് ഈ സെബാസ്റ്റ്യന്റെ വീട് ഉള്ളത് എന്നുള്ളതാണ്. ഈ പള്ളിപ്പുറത്തെ ഈ വീട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനകത്ത് എന്ത് സംഭവിച്ചാലും പുറത്തേക്ക് അറിയാൻ കഴിയാത്ത രീതിയിൽ തൊട്ട് പരിസരത്തുള്ള വീടുകളൊക്കെ തന്നെയും ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഉള്ള ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിച്ചാലും ഒന്നും പുറത്തേക്ക് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കൊച്ചിയിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം, സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നതെങ്കിലും 2 ജില്ലകളിലായി 2 കേസുകൾ ഇപ്പോൾ ഈ സെബാസ്റ്റ്യനുമായി ചുറ്റിപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, കോട്ടയത്ത് ജൈനമ്മ എന്ന സ്ത്രീയെ, ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മ എന്ന സ്ത്രീയെ കാണാതായതും 2 ബിന്ദു പത്മനാഭൻ എന്ന ഇവിടെ പള്ളിപ്പുറം സ്വദേശിയായ ചേർത്തല സ്വദേശിയായ യുവതിയെ കാണാതായതുമായി ബന്ധപ്പെട്ട 2 കേസുകൾ. അതിൽ ആദ്യ കേസിൽ പ്രതിസ്ഥാനത്തേക്ക് ഈ സെബാസ്റ്റ്യൻ എത്തുന്നത് ബിന്ദു പത്മനാഭൻ കേസിലാണ്. അതായത് 2006-ൽ ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയെ ഇവർ താമസിച്ചിരുന്ന ചേർത്തല ഭാഗത്തു നിന്ന് കാണാതാകുന്നു. വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ബാംഗ്ലൂരായിരുന്ന, പിന്നീട് ചേർത്തലയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന സാമ്പത്തികമായി നല്ല സാമ്പത്തികമായി സൗണ്ട് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നുള്ള ആളാണ് ഈ ബിന്ദു പത്മനാഭൻ. ഇവര് സെബാസ്റ്റ്യനുമായി ബന്ധം സ്ഥാപിക്കുന്നു. അന്ന് സെബാസ്റ്റ്യന് ഏകദേശം 45 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് എന്നുള്ളതാണ്. സെബാസ്റ്റ്യനുമായി ഉള്ള ബന്ധം, ഇവരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു. ഒപ്പം തന്നെ ഈ സെബാസ്റ്റ്യന്റെ വീട്ടിൽ പലതവണ ഇവർ വന്നു പോയെന്നൊക്കെ പറയുന്നു. 2006-ന് ശേഷം ബിന്ദുവിനെ കാണാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം പലപ്പോഴും സെബാസ്റ്റ്യൻ പറഞ്ഞറിഞ്ഞ് തന്നെ നാട്ടുകാർ മനസ്സിലാക്കുന്നു ബിന്ദു ഇവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ ബിന്ദുവിനെ ആരും നേരിട്ട് കണ്ടിട്ടില്ല, അവിടേക്ക് വന്നതും കണ്ടിട്ടില്ല. പക്ഷെ സെബാസ്റ്റ്യന്റെ വാക്കുകളാൽ ബിന്ദു ഇവിടെ വന്നു പോകുന്നു എന്നുള്ള രീതിയിൽ
ചില കാര്യങ്ങൾ, അതും ബിന്ദുവുമായി വരുന്നത് തന്നെ ഓട്ടോറിക്ഷയിലാണ് വരുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നീട് 2013 ഈ ബിന്ദുവിന്റെ പേരിലുള്ള കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വത്തുക്കൾ, അതായത് ബിന്ദുവിന്റെ കുടുംബ സ്വത്ത് ആദ്യം ബിന്ദുവിന്റെ രക്ഷകർത്താക്കൾ ബിന്ദുവിനെ എഴുതി നൽകി എന്നുള്ള രീതിയിൽ ഉള്ളൊരു ആധാരം വരുന്നു. ആ ആധാരത്തിന് ശേഷം ബിന്ദു ഈ സ്വത്തുക്കൾ പവർ ഓഫ് അറ്റോർണിയായി ഈ സെബാസ്റ്റ്യൻ എഴുതി നൽകിയിട്ടുള്ളതായും ഇതിന്റെ വിൽപ്പന അടക്കമുള്ള കാര്യങ്ങളും മറ്റ് എല്ലാ കാര്യങ്ങളെയും സെബാസ്റ്റ്യനെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പവർ ഓഫ് അറ്റോർണി സെബാസ്റ്റ്യൻ കാണിക്കുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിലൊന്നും തന്നെ ആരും ബിന്ദുവിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ബിന്ദുവിന്റെ കുടുംബസ്ഥലം വിറ്റുപോകുന്നു. നമ്മുടെ ഇടപ്പള്ളിയിലുള്ള ഏകദേശം 2.5 കോടിയോളം രൂപ വില വരുന്ന സ്വത്തുക്കൾ വിൽക്കുന്നു. നാട്ടിലുള്ള സ്ഥലങ്ങളും ഒക്കെ വിറ്റുപോവുകയും ചെയ്യുന്നു. പിന്നീട് ഈ 2013 ബിന്ദുവിന്റെ സഹോദരൻ പരാതി നൽകുമ്പോഴാണ് ഈ ബിന്ദുവിനെ കാണാനില്ല എന്നുള്ള ഒരു സംഭവം പുറത്തേക്ക് വരികയും ഈ സ്വത്ത് വകകൾ തട്ടിയെടുത്തിരിക്കുന്നത് സെബാസ്റ്റ്യൻ ബിന്ദുവിന് പകരമായി ആധാരമെഴുത്ത് ഓഫീസിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു LIC ഏജന്റായ സ്ത്രീയാണെന്നും ബിന്ദുവല്ല എന്നുള്ളതും പോലീസ് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെയാണ് ഒരു തിരോധാന കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ഈ ആധാരം ഇടപ്പള്ളിയിലൊക്കെ നടന്ന കേസുകളുടെ ആധാരം റദ്ദു ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് ബിന്ദുവിനെ സംബന്ധിച്ച തിരോധാന കേസ് ഇവിടെ ആലപ്പുഴ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരുന്നു. പിന്നീട് ആ കേസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നു. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സെബാസ്റ്റ്യനെ ഒരു ഘട്ടത്തിൽ നുണ പരിശോധനയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം സെബാസ്റ്റ്യൻ അറസ്റ്റിലായ തിരോധാനമാണ്, അവിടെ മറ്റ് മർഡറോ ഒന്നുമല്ല, തിരോധാന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ഘട്ടത്തിൽ തന്നെ ഇയാളെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഇയാൾ ജയിലിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം നുണ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെയും ഇയാള് ആരോഗ്യപരമായി തനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ച് നുണ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് ദീർഘകാലത്തിന് ശേഷം ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട്, അത് ഈ ഘട്ടത്തിൽ തന്നെ, അതായത് ഈ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണ സമയത്ത് തന്നെ ഇവർ നിരന്തരം സഞ്ചരിച്ചിരുന്ന ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷയുടെ ഉടമയെ, ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ആളെ ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം വിളിക്കുന്നു. പിറ്റേ ദിവസം അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ അവർ ഹാജരാകാൻ നൽകിയിട്ടുള്ള തീയതിക്ക് 2 ദിവസം മുമ്പ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും വളരെ ദുരൂഹത നിറഞ്ഞ ഒരു കേസാണ് ബിന്ദു തിരോധാനം. അത് കഴിഞ്ഞ് പിന്നീട് ഇയാളെ സംബന്ധിച്ച് സെബാസ്റ്റ്യൻ ആ കേസിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി പോലീസ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത ഓരോ ഘട്ടത്തിലും ഇയാൾ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു വിധത്തിലുള്ള സഹകരണവും അന്വേഷണ സംഘത്തിനോട് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മറ്റു രീതിയിലുള്ള ഇപ്പോൾ ശാസ്ത്രീയമായും മറ്റു രീതിയിലുമൊക്കെ ഉള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോലീസിന് കടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം ഇത്രയും നാളിന് ശേഷം വീണ്ടും സെബാസ്റ്റ്യൻ എന്നുള്ള ആൾ വീണ്ടും പ്രത്യക്ഷത്തിലേക്ക് വരുന്നത് ഈ ഒരു ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ടാണ്. ഇന്നലെ വൈകിട്ടാണ് ഏറ്റുമാനൂർ നിന്നുള്ള സംഘം, അതായത് കൊല്ലത്ത് നിന്നുള്ള ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവിടെ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് പരിശോധന നടത്താനായി എത്തുന്നു. ഇവിടെ അവരെത്തുന്ന സമയത്ത് ഇയാൾ കസ്റ്റഡിയിലാണ്, സെബാസ്റ്റ്യൻ ഇവരുടെ കസ്റ്റഡിയിലാണ്. ഈ പള്ളിപ്പുറത്ത് എത്തി വീട്ടിൽ പരിശോധന നടത്തിയ ഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ആ വീടിനോട് ചേർന്ന് ഒരു വീടിന്റെ തെക്ക് ഭാഗത്തായ ഒരു കുളം പോലെയുണ്ട്. ആ കുളത്തിന്റെ അരികിലായിട്ടുള്ള ഒരു ഭാഗത്ത് ഒരു ചെറിയ കുഴിയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ള, ആഴത്തിലുള്ള ഒരു കുഴി പോലുമല്ല. അതിനകത്ത് കത്തിച്ച നിലയിൽ ഈ എല്ലിന്റെ കഷ്ണങ്ങൾ കിട്ടി എന്നുള്ളതാണ്. അതായത് ഈ എല്ല് ഒരുപക്ഷെ ഒരു ബോഡി അവിടെ പൂർണ്ണമായിട്ട് കത്തിച്ചതിന്റെ ലക്ഷണങ്ങളില്ല, മറിച്ച് മനുഷ്യ ശരീരത്തിന്റെ എല്ലുകളുടെ ഭാഗങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് പഴക്കമുണ്ട് എന്നുള്ള രീതിയിലുള്ള സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയവും അവര് പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇയാളുടെ വീട്ടിൽ, സെബാസ്റ്റ്യന്റെ വീട് അന്വേഷണ സംഘം തുറന്ന് നടത്തിയ പരിശോധനയിൽ വീടിനകത്ത് ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തിയിട്ടുമുണ്ട്. ചില വെട്ടുകത്തി ഉൾപ്പെടെയുള്ള 2-3 ആയുധങ്ങളും ആ വീടിനകത്ത് നിന്ന് അവർ കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ബ്ലഡ് സ്റ്റെയിൻസ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ജൈനമ്മയും ആലപ്പുഴയിലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അവർ എത്തിയതെന്നാണ് വിവരം അറിയുന്നത്. ഡിസംബർ 28-നാണ് ഈ സ്ത്രീയെയും കാണാതാകുന്നത്. അങ്ങനെ 2 സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദുരൂഹത നിറഞ്ഞൊരു കേസായി ആ പള്ളിപ്പുറത്തെ വീടും ആ പരിസരവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു. ഇതിൽ ആരുടെ മൃതദേഹമാണ് ഇത് എന്നുള്ളത്